ഇത് നമുക്ക് നല്ലൊരു വെണ്ടയ്ക്കാപ്പുളി കാണാം. അപ്പോൾ അതിനായിട്ടൊരു പാനിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 10-12 വെണ്ടയ്ക്ക അതുപോലെ നീളത്തിൽ മുറിച്ചത് ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് മാറാനായിട്ടാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിന് പുളിയെടുത്ത് വെള്ളം പിഴിഞ്ഞ് ആ ഒരു വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരവിയതും കുറച്ച് വെള്ളം കൂടെ വെച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ വെണ്ടയ്ക്കൊക്കെ നന്നായി വെന്തിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയരപ്പും കൂടെ തന്നെ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചൊരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ വെണ്ടയ്ക്കക്കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി നമുക്ക് താളിപ്പ് തയ്യാറാക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഇച്ചിരി ഉലുവ, കുറച്ച് ചെറിയുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി വെണ്ടയ്ക്കപ്പുളി റെഡി. ട്രൈ ചെയ്ത് നോക്കണേ.